എത്ര ഹീനമായ രീതിയിലാണ് എൻ്റെ ഔദ്യോഗിക വസതിക്ക് നേരെ, ഞാൻ താമസിക്കുന്ന വീടിന് നേരെ കൊണ്ടുവന്ന് റീത്ത് വെക്കുക. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ കെട്ടിടമിടിഞ്ഞ് വീണപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടേക്ക് ശവപ്പെട്ടിയുമായിട്ട് യൂത്ത് കോൺഗ്രസ് വന്നു. അന്ന് വാസ്തവത്തിൽ വളരെ സാധുവായിട്ടുള്ള ഒരു വീട്ടമ്മ മരണപ്പെട്ട, എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവത്തിൽ ഞാൻ അന്നൊന്നും വേണ്ടിയില്ല. ഈ ആ കെട്ടിടം 2012 ശിവകുമാറിന്റെ കാലത്ത് നിർമ്മിച്ച കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. ആ ശിവകുമാറിന്റെ എതിരെയുള്ള പ്രതിഷേധം ഇവർ നടത്തിയോ? അന്ന് എന്റെ വീടിന് നേരെയും എനിക്ക് നേരെയും ആക്രമണവും അതിക്രമവും നടത്താൻ ഇവർ ശ്രമിച്ചില്ലേ? അപ്പോ അവരുടെ ആരോഗ്യമന്ത്രി അന്നത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ ഇവർ ആക്രമണം നടത്തിയോ? അല്ലെങ്കിൽ ഇവര് റീത്ത് വെച്ചോ? ഇവർ ശവപ്പെട്ടിയുമായിട്ട് പോയോ? ആ കെട്ടിടം 2012 പണിതതാണെന്ന് കോട്ടയം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടുണ്ട്. പക്ഷെ ആ ഘട്ടത്തിലൊന്നും ഞാനൊരു അക്ഷരം മിണ്ടിയില്ല. കാരണം ഒരു പാവപ്പെട്ട വീട്ടമ്മ മരണപ്പെട്ട ഒരു സംഭവമാണ്. ഞാൻ ഒരു അക്ഷരം ആ ഘട്ടത്തിൽ മിണ്ടിയില്ല. പക്ഷേ ഈ ശവപ്പെട്ടിയുമായിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് തൊട്ടടുത്ത് ക്യാൻസർ ബാധിച്ച ഒരു സാധുവായിട്ടുള്ള ഒരു വീട്ടമ്മ മരണപ്പെട്ടിരുന്നു എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത്. അവിടെ അവർ വാസ്തവത്തിൽ ആശങ്കപ്പെട്ടു. കാരണം അവിടെ ഒരു മരണവീടാണ്. എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ശവപ്പെട്ടി ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. എത്ര ഹീനമായിട്ടുള്ള രീതിയിലാണ്. അതിലെന്താണ് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റ്? അതിലെന്താണ്? വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾ റീത്തുവെക്കും.